എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ പലരുടെയും പരാതിയാണ് തേങ്ങ വറുത്തിട്ടാൽ ആ ശരിയായ സദ്യയുടെ ടെക്സ്ചർ കിട്ടുന്നില്ലെന്ന്. കൂടിയാൽ ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റിനുള്ളിൽ നല്ല അടിപൊളി എരിശ്ശേരി നമുക്കുണ്ടാക്കിയാലോ. കല്യാണ വീട്ടിലും സദ്യക്കും എല്ലാം വിളമ്പുന്ന അടിപൊളി എരിശ്ശേരിയാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് വൺപയറാണ്. വൺപയർ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. വൺപയർ ഒരു 4 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത് വെച്ചപ്പോൾ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. വൺപയർ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു 2-3 വിസിൽ മതി, നല്ലവണ്ണം വെന്ത് കൊള്ളും. പിന്നെ വേണ്ടത് മത്തങ്ങയാണ്. മത്തങ്ങയും എടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയ പച്ചക്കായ എടുത്തിട്ടുണ്ട്. മത്തൻ്റെയും പച്ചക്കായുടെയും നല്ലവണ്ണം തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞിടണേ. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒരു ജോലി കഴിഞ്ഞ് മറ്റൊരു ജോലി ചെയ്യാൻ കാത്തിരിക്കാൻ പാടില്ല. വെറുതെ എന്തിനാ സമയം കളയുന്നത്. വൺപയറൊക്കെ നല്ലവണ്ണം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി അമർത്തിയേക്കണേ. മത്തനും പച്ചക്കായും ഒക്കെ നല്ലവണ്ണം അരിഞ്ഞതിന് ശേഷം ഒരു 2 പച്ചമുളക് കൂടി ചേർത്ത് നമുക്കൊരു മൺചട്ടിയിൽ തന്നെയാണ് നല്ലത്. എരിശ്ശേരിക്ക് നല്ലത് മൺചട്ടി തന്നെയാണ്. ഇതുവരെ നിങ്ങൾ എരിശ്ശേരി ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ആദ്യം കരുതിയത് എരിശ്ശേരിൻ്റെ പച്ചക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ വറുത്ത് ചേർത്താൽ മതി എന്നാണ്. അപ്പോൾ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതി വറ്റൽമുളകും തേങ്ങയും കറിവേപ്പിലയും മാത്രം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എരിശ്ശേരിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങയും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രം ചേർത്ത് കൊടുത്തപ്പോൾ തീരെ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. നമുക്ക് കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്നതും സദ്യക്കൊന്നും കിട്ടുന്ന അതേ ടേസ്റ്റൊന്നും വന്നിട്ടില്ലായിരുന്നു. എരിശ്ശേരിയുടെ യഥാർത്ഥ രുചി വരണമെങ്കിൽ ആ പഴയ കൂട്ട് തന്നെ എന്തായാലും ചേർത്ത് കൊടുത്തേ പറ്റൂ. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചക്കായ, നേന്ത്രക്കായ അല്ല, നമ്മുടെ കയ്യിലുള്ള റോബസ്റ്റ പഴമാണ്. പച്ച റോബസ്റ്റ പഴം. പഴം ഏതായാലും പച്ചയായാൽ മതിയെന്ന് ഇപ്പം മനസ്സിലായി. അതുകൊണ്ട് നേന്ത്രക്കായ തന്നെ വേണമെന്ന് കരുതി എരിശ്ശേരി ആരും ഉണ്ടാക്കാണ്ടിരിക്കണ്ടേ. പച്ചക്കായ ഏതായാലും എരിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പം മനസ്സിലായി. അങ്ങനെ നമ്മൾ പച്ചക്കായും മത്തനും എല്ലാം ഇതേ രീതിയിലാണ് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത്. വലിപ്പമായാലും കുഴപ്പമൊന്നുമില്ല, നല്ലവണ്ണം വെന്ത് കൊള്ളും. എല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന സ്ഥലം അപ്പം തന്നെ വൃത്തിയാക്കിയാൽ മതി. പിന്നെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാ ജോലിയും ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുക. പിന്നെ അതിലേക്ക് 2 പച്ചമുളകാണ് കീറിയിട്ട് കൊടുക്കുന്നത്. ഇതാ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മളിതാ കുക്കറിൽ വേവാൻ വെച്ചിരുന്ന വൺപയറൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു. കുക്കർ മാറ്റി നമുക്ക് ആ അടുപ്പിൽ തന്നെ നുറുക്കി വെച്ച പച്ചക്കറികളൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതിയേ മുളക് പൊടി. പച്ചക്കറികളൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മളെ വൺപയർ വെന്തോന്ന് നോക്കാം. വൺപയറൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പച്ചക്കറി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും 2 കൂടി നല്ലവണ്ണം വേവിച്ചെടുക്കണേ. മത്തൻ കുറച്ച് മൂപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വേവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 2 3 ഇനി 4 ആയാലും കുഴപ്പമില്ല, നല്ലവണ്ണം വെന്ത് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിന് വേണ്ട തേങ്ങയും വറ്റൽമുളകും എല്ലാം ഒന്ന് നല്ലവണ്ണം വറുത്തെടുക്കാം. ഇതിനാകെ നമ്മൾ 2 പാത്രം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ചട്ടിയും ഒരു കുക്കറും മാത്രം മതി. കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് വെറുതെ എന്തിനാണ് കഴുകി ബുദ്ധിമുട്ടുന്നത്. എല്ലാവർക്കും ഇപ്പോഴുള്ള പ്രശ്നമാണ് പാത്രം കഴുകലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ പാത്രം ഉണ്ടാവും. നമുക്കിത് 2 പാത്രം മാത്രം മതി. നമ്മൾ ആ ചട്ടി തന്നെ വെച്ച് കൊടുത്ത് ചട്ടിയൊക്കെ നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് എരിശ്ശേരി ഉണ്ടാക്കാൻ ശ്രമിക്കണേ. എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ്. അത് ചേർത്ത ശേഷം പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും തേങ്ങയും പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ആദ്യം കരുതി ഇങ്ങനെയൊക്കെ വറുത്തിട്ടാൽ എരിശ്ശേരിക്ക് നല്ല രുചി ഉണ്ടാകുമെന്ന് കരുതി. അതാ ഞാൻ പറഞ്ഞത്, ഈ വറുത്ത തേങ്ങ മാത്രം പോരാ, എരിശ്ശേരിയുടെ രുചി കൂട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും നല്ല ജീരകവും ഒക്കെ അരച്ച് തന്നെ ചേർക്കണം. എന്നാലേ നമുക്ക് കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന എരിശ്ശേരിയുടെ ആ രുചി കിട്ടും. തേങ്ങ വറുത്തിട്ടാൽ മാത്രം രുചി കിട്ടുമെന്ന് കരുതി ആരും എരിശ്ശേരി ഇനി ഉണ്ടാക്കണ്ട. ഇനി തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്നും വറുത്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. കുറച്ച് തേങ്ങ എടുക്കാം, നല്ല ജീരകം എടുക്കാം, 2-3 അല്ലി വെളുത്തുള്ളി എടുക്കാം, നല്ലവണ്ണം അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം ചേർത്താലും മതി. എന്നാലും ആ രുചി തന്നെ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഓണമൊക്കെയല്ലേ, പെട്ടെന്ന് എരിശ്ശേരി ഉണ്ടാക്കുക ഇതുപോലെ ചെയ്താൽ മതി. ഈ 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി എരിശ്ശേരി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റായിരുന്നു. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ ഇന്ന് തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.